നടിയെ ആക്രമിച്ച കേസിൽ ആക്രമിക്കപ്പെട്ട അതിജീവിതയോട് ദിലീപിന് ശത്രുതയുള്ളതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ. ഗൂഢാലോചന തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ കോടതി വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും ഒരു സ്ത്രീയുടെ കൊട്ടേഷൻ ആണെന്ന് ഒന്നാം പ്രതി പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ലെന്നും വിധിന്യായത്തിൽ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിലാണ് പരാമർശങ്ങൾ. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ എന്തുകൊണ്ട് ദിലീപ് അതോടൊപ്പം തന്നെ മറ്റു 3 പേരും കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നുള്ള ചില ചോദ്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി തന്നെയാണ് വിധിന്യായത്തിലുള്ളത്. ഏതായാലും പ്രോസിക്യൂഷന് പറ്റിയ ചില വീഴ്ചകളെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിധിന്യായത്തിലെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്ന വൈരാഗ്യം, അതോടൊപ്പം തന്നെ ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഉണ്ടായിരുന്ന ധാരണയെക്കുറിച്ച് ഗൂഢാലോചന നടത്തുന്ന തെളിവൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ദിലീപ് രക്ഷപ്പെട്ടെന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? 1714 പേജ് വരുന്ന വിധിന്യായം, ഇതിലാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 വിഷയങ്ങൾ. ഒന്ന്, പ്രോസിക്യൂഷൻ പറയുന്നത് കോടതിക്ക് അതിന് വീഴ്ച പറ്റിയെന്നാണ്. അതേസമയം കോടതി പറയുന്നത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഗൂഢാലോചന, പ്രത്യേകിച്ച് ഗൂഢാലോചന, അത് തെളിയിക്കാൻ അത് സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയുടെ വാദം. എന്ന് തന്നെയാണെങ്കിലും ദിലീപും പൾസർ സുനിയും തമ്മിൽ 2 കാര്യങ്ങളാണ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുന്നത്. ഒന്ന്, ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം. ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പരസ്പരം ഇവർ തമ്മിൽ കണ്ടിരുന്നു എന്നോ ഗൂഢാലോചന നടത്തിയെന്നോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒന്ന്. മറ്റൊന്ന്, ഈ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് ശത്രുത ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം നടത്തുന്നതിന് മാത്രം, അതിന് കൊട്ടേഷൻ നൽകാൻ മാത്രമുള്ള ശത്രുത ദിലീപിനുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒപ്പം പ്രോസിക്യൂഷൻ പറയുന്ന മറ്റൊരു വിഷയം, ഈ നൽകിയിട്ടുള്ള തെളിവുകൾ, പ്രോസിക്യൂഷൻ ഈ വാദത്തിന് സാധൂകരിക്കാൻ നൽകിയ തെളിവുകളോ സാക്ഷിമൊഴികളോ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന ആരോപണമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ദിലീപിന് ഈ കടുത്ത ശത്രുത ഈ നടിയോട് ഉണ്ടായിരുന്നു എന്ന കാര്യം തെളിയിക്കാൻ, അല്ലെങ്കിൽ അത് കോടതി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, അതിജീവിതയെ തട്ടിക്കൊണ്ട് ദ്രോഹിക്കാൻ മാത്രം, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പകർത്താനുള്ള പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തതിന് അത്രയധികം ശത്രുത ഉണ്ട് എന്നതും പ്രോസിക്യൂഷൻ എടുത്ത കേസിൽ അതിനാവശ്യമായ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത്. അതിന്റെ വിശദമായ വിധിന്യായത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. കേസുമായി ദിലീപിനെ ബന്ധിപ്പിക്കുന്നതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അത് നിഷേധിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിറക്കിയത്. അതിജീവിത ഒരു മാധ്യമത്തിന്, ഒരു അച്ചടി മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. അതാണ് ശത്രുതയ്ക്ക് കാരണമെന്നൊരു വാദം കൂടി ഉന്നയിച്ചിരുന്നു. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ, അതിലും ഒപ്പം ദിലീപിനെ പൾസർ സുനിയുമായി ബന്ധിക്കുന്നതുമായ വിഷയങ്ങൾ, അതിന് ആവശ്യമായ തെളിവുകളില്ല എന്നാണ് കോടതി പറയുന്നത്. നേരത്തെ നമുക്കറിയാം, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.